ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്ട്രഗിൾ ചെയ്ത് നേടിയ കുറച്ച് അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ ആണിത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് രേഖാചിത്രം എന്ന് പറഞ്ഞ വൻ സക്സസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്. ഒരു കുട്ടി റോളാണ്, എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്ന സമയത്ത് എൻ്റെ പേരും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഒരുപാട് ലെജൻസിൻ്റെ കൂടെ നമ്മളെ പേര് ആ പോസ്റ്റർ കണ്ട സമയത്ത് എനിക്കുണ്ടായ ഹാപ്പിനെസ് അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആദ്യം തന്നെ ഞാൻ ജോഫിൻ സാറിനോടാണ് ഇതിന് നന്ദി പറയുന്നത്. പിന്നെ എനിക്ക് ഫോറൻസിക് ഓഫീസർ ആയിട്ടുള്ള സീൻ ആയതുകൊണ്ട് തന്നെ കൂടുതലും 5 ദിവസമായിരുന്നു നമ്മുടെ ഷൂട്ട് വരുന്നത്. ഈ 5 ദിവസവും നമുക്ക് സ്പേസ് ഷെയർ ചെയ്തത് ആസിഫിക്ക, സിദ്ദിഖിക്ക, ദിലീപ് സാറ്, ശ്രീകാന്ത് മുരളി സാറ്, പിന്നെ നിഷാന്ത് സാഗർ സാറ് ഇവരൊക്കെ ആയിട്ടാണ് കേട്ടോ. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഒരു 2 വർഷത്തിൻ്റെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ പിന്നെയും സിനിമയുടെ കാര്യത്തിനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ആ ബ്രേക്കിന് ശേഷം വന്ന മൂവിയിൽ നമ്മൾ കൂടെ അഭിനയിക്കുന്നത് വലിയൊരു ക്രൂ അല്ലേ. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. സിനിമയിൽ ഒരിക്കൽ മുഖം കാണിച്ചാൽ മതി, പിന്നെ അത് ചരിത്രമാണ്. എനിക്ക് അത് നായികയുടെ ഒരു ലക്ഷണമൊക്കെ അതിനെ കഷ്ടപ്പാടൊക്കെ എനിക്ക് മമ്മൂട്ടി ചേട്ടൻ നായികയാണ്. കാലം എത്ര കടന്നുപോയാലും അതവിടെ ഉണ്ടാവും. ഇതിനകത്ത് ഇന്നസെൻറ്റും പറയുന്ന ഈ ഡയലോഗ് അത് ഈ സിനിമ പ്രിവ്യൂ കണ്ട സമയത്ത് അത് എന്നോട് ഇന്നസെൻറ്റും പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം അത്രത്തോളം ഞാൻ സിനിമയിൽ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ കറക്റ്റ് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ചെയ്ത ഞാൻ ലിറിക്സ് എഴുതിയ ഒരു പാട്ടാണിത്, പുണ്യം പൂങ്കാവനം. അത് അയ്യപ്പ ഡിവോഷൻ സോങ് ആണ്. ഫസ്റ്റ് കൈലാഷേട്ടൻ, അതായത് സിനിമ നടൻ കൈലാഷേട്ടൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ് കേട്ടോ ഇത്. പിന്നെ അതിനും 1 ഇയർ മുമ്പ് ഞാൻ ചെയ്ത, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഫസ്റ്റ് മൂവി അത് നമ്മുടെ മമ്മൂക്കയുടെ മൂവിയാണ് CBI5. അതും വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ PG പഠിക്കുമായിരുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് ഒരു 2-3 ദിവസം വന്ന് ആക്ട് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ചെറിയ ഡയലോഗ് പോർഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു മുസ്ലിം കഥാപാത്രമായിരുന്നു. ഒരുപാട് സൗന്ദര്യമുള്ളവർ ഇതിൽ സിനിമയിൽ വന്നിട്ട് ഒന്നും ആവുന്നില്ല, പിന്നാണോ നീ എന്ന് ചോദിച്ച ആൾക്കാരുടെ മുമ്പിൽ ഇതൊരു കുട്ടി അച്ചീവ്മെൻ്റ് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.